പുതിയ മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. വിജയുടെ സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നു. ഇത് തമിഴകത്തെ ചരിത്ര നിമിഷമാണ്. തമിഴ്നാട് ചരിത്രത്തിന് മാറിയിരിക്കുന്നു. ഇനി തമിഴകം വിജയ് ഭരിക്കാൻ പോകുന്നു. വിജയ്ക്കൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നു. വിജയുടെ ഏറ്റവും വിശ്വസ്തനായ ആദവ് അർജുനെ അടക്കം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. രാകേഷ് ആയിരുന്നു. രാകേഷ്, അങ്ങനെ തമിഴകത്തിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ സി ജോസഫ് വിജയ്. തളപതി യുഗത്തിന് ഔദ്യോഗികമായി തന്നെ തമിഴകത്ത് തുടക്കമായിരിക്കുകയാണ്. ഒരുപക്ഷെ തമിഴകം കഴിഞ്ഞ് വിജയ് രാഷ്ട്രീയ പാർട്ടി TVK എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ മുതൽ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു നിമിഷം ഇതായിരിക്കാം. സി ജോസഫ് വിജയ് എന്ന അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയായിരിക്കാം. ഏതായാലും ആ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ നടന്ന് പൂർത്തിയായിട്ടുള്ളത്. അങ്ങനെ വിജയ് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കാരണം 59 വർഷത്തെ തമിഴ്നാടിന്റെ ചരിത്രമെടുത്താൽ 2 ദ്രാവിഡ പാർട്ടികൾ മാത്രം ഭരിച്ചിരുന്ന കാലം DMKയും അതിനുശേഷം അണ്ണാ DMKയും. അപ്പോൾ 2 ദ്രാവിഡ പാർട്ടികൾ എന്നല്ലാത്ത ഒരു മുഖ്യമന്ത്രി വരുന്നു എന്ന പ്രത്യേകത കൂടി തമിഴകത്തിനുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് അദ്ദേഹം കഴിഞ്ഞ ഒരു 2 വർഷക്കാലം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ നടത്തിയിരുന്ന പ്രസംഗം പോലെ ഒരു ഡയലോഗ് ഡെലിവറി പോലെ തന്നെയായിരുന്നു. അതിന്റെ ഒരു ആദ്യ ഭാഗം കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം നോക്കാതെ ഡയലോഗ് പറയുന്ന പോലെ തന്നെയാണ് അത് വായിച്ചു തീർച്ചത്. പിന്നീട് ഗവർണറുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് 2ാം പാർട്ട് അദ്ദേഹം വായിച്ചു തീർത്തത്. അപ്പോൾ ഇത്രയും നാൾ വിജയ് നമുക്കിടയിൽ എങ്ങനെയായിരുന്നോ, പ്രത്യേകിച്ച് മാസ് ഡയലോഗ് പോലെ അത്തരം ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ ഏതായാലും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അങ്ങനെ വിജയ് ചരിത്രം കുറിച്ചിരിക്കുന്നു. അദ്ദേഹം പല കാലങ്ങളിൽ പല പ്രചാരണ യോഗങ്ങളിൽ പറഞ്ഞ പോലെ 2026 തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു നിർണായക വർഷമായി മാറുകയാണ്. കാരണം 67 DMK, 77 അണ്ണാ DMK, അങ്ങനെ 2026 TVKയുടെ വർഷമായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ ഏതായാലും അടയാളപ്പെടുത്തുകയാണ്. വിജയ്ക്ക് പിന്നാലെ ഏതായാലും മറ്റ് മന്ത്രിമാർ കൂടി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിജയ്ക്ക് ശേഷം പാർട്ടിയുടെ തന്നെ ജനറൽ സെക്രട്ടറിയായ ബുസി ആനന്ദ് എന്ന് പറയുന്ന ആനന്ദാണ് 2ാമത് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം ആദവ് അർജുന, KG അരുൺരാജ്, KS സെങ്കോട്ടയ്യൻ തുടങ്ങിയവരും സത്യപ്രതിജ്ഞ ചെയ്തു. P വെങ്കിട്ടരാമനും R നിർമ്മൽകുമാറുമാണ് ഇപ്പോൾ അതിനുശേഷം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഏതായാലും വിജയ് ചരിത്രം കുറിച്ചിരിക്കുന്നു. വലിയ മാൻഡേറ്റ് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ തമിഴകം തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യ തീരുമാനം ഇനി വിജയുടെ എന്താകുമെന്നാണ് നിർണായകമായിരിക്കുന്നത്. ഏതായാലും വലിയ ആവേശത്തിലാണ് തമിഴകം എന്ന കാര്യത്തിൽ സംശയമില്ല. വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ അവിടെ കൂടിയിരിക്കുന്ന നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്ന ആയിരങ്ങൾ ആവേശത്തോടെ ആർത്തു വിളിക്കുന്നത് കാണാമായിരുന്നു. അത്തരത്തിൽ വലിയ ആവേശത്തോടു കൂടിയാണ് തമിഴകം അദ്ദേഹത്തെ ഇത്തവണ ഏതായാലും 108 സീറ്റുകൾ വിജയം നൽകിക്കൊണ്ട് TVKയെ തെരഞ്ഞെടുത്തത്. തീർച്ചയായും വലിയ പ്രതീക്ഷ തമിഴകം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും സർക്കാരിന് ഏത് ഫയലിൽ ഒപ്പുവെക്കും, ഏത് തീരുമാനം കൈക്കൊള്ളുമെന്നതും നിർണായകമാണ്. ഏതായാലും സത്യപ്രതിജ്ഞ ചടങ്ങ് അതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. സേതുലക്ഷ്മി. രാകേഷ്, എന്തായാലും ഈ ഒരുപക്ഷെ പല തരത്തിലുള്ള ആശയങ്ങളുള്ള ഒരു ആശയധാര അത് വിജയ് പറയുന്നു. തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ ഇതുവരെ നമ്മൾ ദ്രാവിഡ രാഷ്ട്രീയം മാത്രം കേട്ടുകൊണ്ടിരുന്ന, ഒരുപക്ഷെ കാമരാജിന്റെ രാഷ്ട്രീയമൊക്കെ ഒരു 4 പതിനെട്ടാണ്ട് മുമ്പൊക്കെ ഉള്ളതാണെങ്കിൽ കൂടി അതിനെ കൂടി ചേർത്ത് വെച്ചാണ് വിജയ് തന്റെ രാഷ്ട്രീയം പ്രഖ്യാപിച്ചത്. കാമരാജ് തന്റെ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ ഐഡിയോളജി പറയുമ്പോൾ പറഞ്ഞ 5 നേതാക്കളിൽ ഒരാൾ കാമരാജാണ്. BR അംബേദ്കർ ഉണ്ട്, EV രാമസ്വാമിയുടെ, അങ്ങനെ പെരിയാറിനെയും കൈവിട്ടില്ല. പെരിയാറിന്റെ രാഷ്ട്രീയം പറയാതെ ഒരുപക്ഷെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം പറയാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ആ രാഷ്ട്രീയങ്ങളെയൊക്കെ ഒന്നിച്ചു ചേർത്താണ് വിജയ് തന്റെ രാഷ്ട്രീയം പറഞ്ഞത്. ഒരുപക്ഷെ സർക്കാർ രൂപീകരണത്തിൽ പോലും അത് നമ്മൾ കാണുകയാണ്. നമ്മൾ നേരത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി പലതരത്തിൽ പോരടിച്ചിരുന്ന കോൺഗ്രസും CPM-ഉം CPI-യും മുസ്ലിം ലീഗും ഒക്കെ ഒന്നിച്ചു ചേർത്താണ് DMK അത്തരത്തിലൊരു നീക്കം ഉണ്ടാക്കിയതെങ്കിൽ വിജയ്ക്കും സമാനമായ ഒരു നീക്കത്തിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റി എന്നതാണ്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ വിജയ്ക്ക് ആ നീക്കം നടത്താനായി. പല തവണ ഗവർണറുടെ കാണാൻ വേണ്ടി വിജയ് പോകുന്നത് കണ്ടു. ഏറ്റവും ഒടുവിൽ ആ തരത്തിൽ തനിക്ക് ചുറ്റും ആ പല തരത്തിലുള്ള ആശയങ്ങളിലുള്ള ആളുകളെ ഒന്നിച്ചു ചേർക്കാൻ കൂടി കഴിഞ്ഞു. അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും മുൻപ്, മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ വിജയ് തന്റെ ആ രാഷ്ട്രീയ വൈഭവം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്.
അത് രുചിഷ്, വിജയുടെ തന്ത്രങ്ങളെല്ലാം വിജയിച്ചു എന്ന് തന്നെ പറയാം. അതാണ് 108 സീറ്റുകൾ നൽകി അദ്ദേഹത്തെ തമിഴകം തെരഞ്ഞെടുത്തത്. അത് കേവലം ഒരു താരാരാധനയിൽ നിന്ന് ഉണ്ടായതല്ല, മറിച്ച് തമിഴകത്തെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് 2 പാർട്ടികൾ മാത്രം ഭരിച്ചിരുന്ന തമിഴകം, അവിടെ ഒരു മൂന്നാമതൊരു പാർട്ടിക്ക് സ്പേസ് ഉണ്ട് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വിജയുടെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെ. മാത്രവുമല്ല, വിജയ് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അത് ജനങ്ങൾ അപ്പാടെ ഏറ്റെടുക്കുന്നതും കണ്ടു. മാത്രവുമല്ല, DMK രാഷ്ട്രീയ എതിരാളിയായി കാണുകയും ഐഡിയോളജിക്കലി എതിരാളിയായി BJP പ്രതിഷ്ഠിക്കുകയും ചെയ്തു വിജയ്. അങ്ങനെ DMKയുടെ മുഖ്യ ശത്രു എന്ന നിലയിലാണ് വിജയ് ഈ പോരാട്ടം അപ്പാടെ തെളിയിച്ചത്. അങ്ങനെയാണ് സർക്കാർ വിരുദ്ധ വോട്ടുകളെ പരമ്പരാഗതമായി അത് ADMKക്ക് ലഭിക്കുകയായിരുന്നെങ്കിൽ അതിനെ പൊളിച്ചെഴുതി അത് മുഴുവൻ സമാഹരിക്കാനും DMKയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കിലേക്കൊക്കെ തന്നെ കടന്നു കയറാനും TVKക്ക് സാധിച്ചത്. അപ്പോൾ കേവലം ഒരു താരത്തിന്റെ ആരാധനയിൽ നിന്നുണ്ടായ വോട്ടല്ല, മറിച്ച് തമിഴ്നാട് ആഗ്രഹിച്ചൊരു മാറ്റം, അതാണ് വിജയിലൂടെ ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് മുമ്പിൽ വലിയ കടമകളുണ്ട്. രണ്ടാമത്തെ കാര്യം, രുചി സൂചിപ്പിച്ച പോലെ തന്നെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഘടനയെ തന്നെ പൊളിച്ചെഴുതുകയാണ് വിജയ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. കാരണം ഒരു വശത്ത് DMK നയിച്ചിരിക്കുന്ന വിശാല മതേതര പുരോഗമന സഖ്യം, അതിനെ നയിച്ചിരുന്ന DMK ആണ്. കോൺഗ്രസും ഇടതു പാർട്ടികളൊക്കെ തന്നെ കാലങ്ങളായി അതിന്റെ ഭാഗമായിരുന്നു. മറുവശത്ത് ADMK ആണ്. പലപ്പോഴും കഴിഞ്ഞൊരു 10 വർഷത്തെങ്കിലും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ADMK പലപ്പോഴായി NDA ചേരിയിലാണുള്ളത്. അതിൽ അപ്പാടെ പൊളിച്ചെഴുതുന്ന ഒരു നയത്തിലേക്ക് ഇപ്പോൾ വിജയ് കടക്കുകയാണ്. കാരണം വിജയ്ക്ക് 108 സീറ്റുകൾ, കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകൾ മാത്രം കുറവുള്ളപ്പോൾ DMK തള്ളി കോൺഗ്രസ് പോകുന്നത് കണ്ടു. അതിനുശേഷം DMKയുമായി സംസാരിച്ച ആശയവിനിമയത്തിന് ശേഷം ഇടതു പാർട്ടികളും ഒപ്പം തന്നെ VCKയും ലീഗും പോകുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ വലിയൊരു പൊളിച്ചെഴുത്ത് അവിടെ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മാറ്റമാണ് ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയം. കാരണം പല കാലത്ത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ പ്രതിസന്ധി നേരിട്ട കാലത്ത് അതിനൊപ്പം നിന്ന പാർട്ടിയാണ് DMK. ഇന്നലെ MK സ്റ്റാലിൻ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പോലും കോൺഗ്രസിന്റെ നടപടി അദ്ദേഹം ചോദ്യം ചെയ്യുകയും ഇടതു പാർട്ടികളും VCKയും സ്വീകരിച്ച നയത്തെ അദ്ദേഹം പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവർ ആശയവിനിമയം നടത്തി ഇനിയും യോജിച്ച് പോരാടുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും DMKക്ക് സാധ്യതകൾ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇടതു പാർട്ടികളും ലീഗും VCKയും ഒക്കെ തന്നെ ഇപ്പോഴും DMK മുന്നണി എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിലും DMK അവർ കൈവിട്ടിട്ടില്ല. യോജിച്ച തലത്തിൽ DMKക്കൊപ്പം ചേർന്ന് പോരാട്ടം നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയ്യുടെ ഭരണനാളുകൾ തീർച്ചയായും വിജയ് കൈക്കൊള്ളുന്ന നിലപാടുകൾ തീർച്ചയായും ആ സർക്കാരിന്റെ ഇനിയുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ നിർണായകമാകും. കാരണം 6 മാസം കാത്തിരിക്കും എന്നൊരു പ്രഖ്യാപനമാണ് DMK ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിജയ് ഇനി എന്ത് നയങ്ങളായിരിക്കും സ്വീകരിക്കുക, എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക, സർക്കാരിന്റെ ആദ്യ നാളുകളുടെ പ്രവർത്തനം എങ്ങനെ എന്നതൊക്കെ തന്നെ തമിഴകം വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും തമിഴ്നാടിനെ സംബന്ധിച്ച് ഇതൊരു പുതുചരിത്രമാണ്. കാരണം 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട്. ഒരുപക്ഷെ വോട്ടെടുപ്പ് ദിനത്തിൽ പോലും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അത്രമേൽ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കുന്ന പലരും പ്രതികരിച്ചത് വിജയ് 20% വരെ വോട്ട് നേടിയേക്കാം, പക്ഷെ അതൊരു സീറ്റുകളായി കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നാണ് പലരും പറഞ്ഞത്. അതിനെല്ലാം തന്നെ അപ്പാടെ തകർത്തുകൊണ്ടാണ് ഈ വമ്പൻ മുന്നേറ്റം വിജയ് നടത്തിയതും ഇപ്പോൾ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും. സുജീഷ്.